നമ്പർ ഓഫ് പേഴ്സൺസ് ക്രിസ്ത്യാനികളുടേത് വളരെ കുറഞ്ഞുകൊണ്ട് കീപ്പോട്ട് ഒഴികെയാണ്. 18% ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇപ്പോൾ 14%. 13% ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇപ്പോൾ 26 കഴിഞ്ഞ് 27%. ഇപ്പോൾ വോട്ടിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഡെമോക്രസി ഉള്ള സമയത്ത് സർക്കാരുകൾക്ക് അവരെ അവഗണിക്കാൻ പറ്റത്തില്ല. അവർക്കെതിരായിട്ട് വിധിക്കുക ഒന്നും എഴുതാനും ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റാണ്. പിന്നെ വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോവുക. ഇവിടെ പണ്ട് കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു. കാരണം പണ്ട് തിരുവിതാംകൂറിൽ വന്നു കഴിഞ്ഞപ്പം ആദ്യം ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികൾക്ക് സർക്കാർ ജോലി കൊടുക്കത്തില്ലായിരുന്നു. ഈ സീപ്പോയിസായിട്ട് പട്ടാളത്തിൽ എടുക്കുന്നതല്ലാതെ ഒരു ജോലി കൊടുക്കത്തില്ലായിരുന്നു. ഇവരോട് ജോലി ഒരു സർക്കാർ ജോലി കൊടുക്കത്തില്ലായിരുന്നു. അതെന്തായിരുന്നു? റീസൺ എന്താ അതിന്? അത് ട്രാവൻകൂറിൽ കൊടുക്കത്തില്ല. ട്രാവൻകൂറിൽ എങ്ങും കൊടുക്കത്തില്ലായിരുന്നു. സർക്കാർ ജോലി കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ അധ്വാനിച്ചിട്ട് വനമൊക്കെ ക്ലിയർ ചെയ്ത് കൃഷി ചെയ്ത് മലയോര പ്രദേശങ്ങളിലൊക്കെ പോയി കൃഷി ചെയ്ത് അവർ വരുമാനം ഉണ്ടാക്കി. പിന്നെ വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ അവർ പഠിച്ചു മുടുക്കരായി. അവർ പഠിച്ചിട്ട് അന്നൊക്കെ ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത് മലയ എന്നാണ് പറഞ്ഞത്. സിംഗപ്പൂർ ഉൾപ്പെടെ മലയ, ബർമ്മ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ അവർ പോയിട്ട് അവർ ജോലി ചെയ്തു. അപ്പോൾ അത് ഇവിടെ ജോലി കിട്ടാത്തതുകൊണ്ടാണ് പുറത്തു പോകുന്നത്. ഇപ്പോഴാണെങ്കിലും സംവരണം ഇല്ലാത്തതുകൊണ്ട് പുറത്ത് ജോലിക്ക് പോകുന്ന വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾ എല്ലായിടത്തും പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ, സുറിയാനി ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ യാതൊരു സംവരണവും ഇല്ലല്ലോ. എത്ര പഠിച്ചാലും എത്ര ഡിഗ്രി ഒത്തിരി വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്. എത്ര ഡിഗ്രി കിട്ടിയാലും ജോലിയില്ല. അപ്പോൾ അവർ വിദേശത്ത് പോകാനായിട്ട് അറിയാം. വിദേശത്ത് പോകുന്ന വലിയ കുറ്റവും എന്നുള്ള. പക്ഷേ കുഴപ്പം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോകുന്ന പോലെയല്ല, മറ്റുള്ളിടത്തൊക്കെ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. ഗൾഫിൽ പോകുന്ന ഒരു 60 വയസ്സ് കഴിയുമ്പോൾ നാട്ടിൽ തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് പലരും അവിടെ അങ്ങ് സെറ്റിൽ ചെയ്യും. പിന്നെ ഇവിടത്തിനെക്കാട്ടിലും സമരമില്ലാത്തൊരവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ കക്ഷി ഭേദം തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ അവർക്ക് പണം ഉപയോഗിച്ച് വിദേശത്തെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം. ഇതിവിടെ വിദ്യാർത്ഥി സമരം, മറ്റേ സമരം, മറിച്ച സമരമൊക്കെ. അതിൻ്റെ ഇടയിൽ യൂണിവേഴ്സിറ്റിയിലും മറ്റും ഇവിടുത്തെ ഈ യൂണിയൻ എന്ന പ്രശ്നമല്ല. ഈ തൊഴിലാളി യൂണിയൻ മാത്രമല്ല, എല്ലാ സ്ഥലത്തും യൂണിയൻ. പണ്ട് FSCT യൂണിയൻ ഉണ്ട്. അപ്പോൾ ഞാൻ വക്കീലായിരുന്ന സമയത്ത് മാനേജ്മെൻറ്റ് വക്കീലായിരുന്നു. ഈ മാനേജ്മെൻറ്റ് യൂണിയനുമായിട്ടുള്ള തർക്കങ്ങളിലൊക്കെ ഇടപെടുന്ന വക്കീലായിരുന്നു. ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ പ്രൊഫഷണൽ മാനേജ്മെൻറ്റിലുണ്ടായിരുന്നു. അന്ന് FSCT മറ്റും മോഷണത്തിനോ ഒക്കെ ആരെങ്കിലും പിടിച്ചാലും യൂണിയൻ ഇടപെടത്തില്ല. അവർ ഒരു തീരുമാനം എടുത്തിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യത്തില്ല. ഇപ്പം ഡോക്ടേഴ്സിൽ നോക്കി കൈക്കൂലിക്ക് പിടിച്ചാലും KGOM സമരം ചെയ്യും. റെഡ് ഹാൻഡിലായിട്ട് പിടിച്ചാലും KGOM ഫയൽ ചെയ്യും. സർക്കാരിനൊന്നും ചെയ്യാൻ വയ്യാത്ത സ്ഥിതിയാണ്. കാരണം ഡോക്ടേഴ്സ് സമരം ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് മുഴുവൻ പിണങ്ങും. അപ്പം അങ്ങനൊരു വലിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. സംഘടന ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ മാർക്കിടുന്ന പോലെ സംഘടനകളാണ് ചില ഇതിൽ. അങ്ങനെയൊക്കെയുള്ള വലിയ പരാതികളുണ്ട്. അത് സംഘടന അല്പം കൂടിപ്പോയി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഈ മൈഗ്രേഷൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വളരെയധികം ഒത്തിരി പേര് പോകുന്നുണ്ട്. നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടോ? കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരിൽ ചെറുപ്പക്കാരങ്ങ് പോവുകയാണ്. പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ എണ്ണം കുറവാണ്. കാരണം പിള്ളേരെല്ലാം പഠിക്കാൻ പോകരുതെന്ന് പറയാൻ പറ്റും. കാരണം അവർക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർക്ക് ജോലി കിട്ടത്തക്ക ഒന്നുകൂടെ പഠിക്കാൻ കിട്ടും. പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും, അവർക്ക് നല്ല അറ്റ്മോസ്ഫിയർ കിട്ടും. അപ്പോൾ അവർക്ക് അതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. അവരവിടെ പോകും. പക്ഷേ അവർ കൊണ്ടുള്ള നമുക്ക് കുറച്ച് ഗുണങ്ങളുണ്ട്. കാരണം അവർ ഫോറിൻ എക്സ്ചേഞ്ചൊക്കെ മാതാപിതാക്കന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് കാശ് അയച്ചു കൊടുക്കും. പിന്നെ മാതാപിതാക്കന്മാർ വല്ലതും സമ്പാദിച്ചിട്ടുണ്ട്, അവർക്ക് അത് വലിയ പ്രശ്നമൊന്നുമല്ല. അവർക്ക് അവിടെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ സ്വത്ത് നോക്കും വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു അതൊക്കെ ഒരു ഫോറിൻ എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നാലും വിദ്യാഭ്യാസം എന്ന് പറയുന്നതാണ് ക്രിസ്ത്യൻസിൻ്റെ ഒരു വലിയൊരു ഇത്. പിന്നെ ഇപ്പോഴത്തെ സർക്കാരുകൾ തുടർച്ചയായിട്ട് എയ്ഡഡ് വിദ്യാഭ്യാസത്തെ വളരെ അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാലത്ത് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിദ്യാഭ്യാസങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടം ഉണ്ടായിരുന്നു. ഈ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി മുതലായ ഗുരുക്കന്മാർ സമൂഹത്തിൽ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി പഠിക്കാൻ പറഞ്ഞു.
അവർക്കെല്ലാം പിന്നെ നല്ല സ്ഥലം പഠിക്കാതിരിക്കുന്ന ഇവിടെ പഠിക്കാൻ പറഞ്ഞു. അവർ പഠിച്ചു. ഇപ്പോൾ കെ ആർ നാരായണനൊക്കെ ഇന്ത്യൻ പ്രസിഡൻ്റായി. CMS കോളേജിൽ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടാണ് പഠിക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെ ആൾക്കാർ ആരെയും കൺവേർട്ട് ചെയ്യാനല്ല. കാരണം ക്രിസ്തു മതത്തിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് വെളിച്ചം പകർന്നു കൊടുക്കാനുള്ളതാണ്. അത് വെളിച്ചം പകർന്നു കൊടുക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇപ്പം 8, 9, 10 ഏക്കർ സ്ഥലത്തോളമാണ് പട്ടത്ത് സെൻറ്റ് മേരി സ്കൂള്. 4000 ചില്ലുവാനും കുട്ടികൾ പഠിക്കുന്നുണ്ട്. വിവിധ മതസ്ഥരെ പഠിക്കുന്നുണ്ട്. ഇത് സർക്കാരിൻ്റെ ജോലിയാണ്. അത് സർക്കാർ ഏറ്റെടുത്ത് നടത്തുമ്പോൾ നമ്മളിവിടെ നടത്തുന്ന സമയത്ത് നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു, നിങ്ങൾ ശമ്പളം സർക്കാർ കൊടുക്കുന്നു, എന്താണ് സർക്കാരിൻ്റെ ജോലിയാണ് ചെയ്യുന്നവർ. അപ്പം ആ സ്ഥലത്ത് ഇന്നിപ്പോൾ 1 സെൻറ്റ് സ്ഥലത്തിന് 3 ലക്ഷം രൂപ കിട്ടും, 30 ലക്ഷം രൂപ കിട്ടും. 10 ഏക്കർ സ്ഥലം ഒരു ഏക്കർ വിറ്റ് കഴിഞ്ഞാൽ 30 കോടി രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾ സർക്കാർ എവിടെയെങ്കിലും പോയി സ്കൂൾ നടത്തിക്കോ, ഞങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ അവരൊത്തിരി ത്യാഗങ്ങൾ സഹിച്ചാണ് അന്ന് സ്ഥലം വാങ്ങിച്ചതും കെട്ടിടം പോണത് നോക്കുക, അല്ലാതെ ആരുടെ ഓശാരമൊന്നുമല്ല. അപ്പോൾ സർക്കാരിന് ശമ്പളം കൊടുക്കുന്നു എന്നുള്ളത് സർക്കാർ പറഞ്ഞിട്ട്. കാരണം മുണ്ടശ്ശേരി മാഷ് ഇരിക്കുന്ന സമയത്താണ് ഈ പള്ളിവക സ്കൂളുകളൊക്കെ ഈടാക്കുന്നത്. അന്ന് ക്രിസ്ത്യാനികൾ എതിർത്തു അതിനെ. അവർ സമരമൊക്കെ ചെയ്തു. വിമോചന സമരത്തിൻ്റെ ഒരു ഭാഗം അത് തന്നെയായിരുന്നു. അപ്പം അതൊരു ഓശാരമൊന്നുമല്ല. ഇത് മാത്രമല്ല, വളരെയേറെ റെസ്ട്രിക്ഷൻസ് വരികയാണ്. ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ ആചാരങ്ങളെ പഠിപ്പിക്കാൻ അവകാശമുണ്ട്. പക്ഷെങ്കിൽ എയ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ എയ്ഡഡ് സ്ഥാപനത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അവരുടെ കുട്ടികളെ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാം. പക്ഷെങ്കിൽ മറ്റേത് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന കരിക്കുലം അനുസരിച്ച് പഠിപ്പിക്കണം. അങ്ങനെ തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. SSLC ആണെങ്കിലും CBSE ആണെങ്കിലും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ അതിനൊത്തിരി റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ്റുകൾ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴത്തെ ഗവൺമെൻറ്, ഇതിന് മുമ്പത്തെ ഗവൺമെൻറ് കുറേശ്ശെയായിട്ട് അധികാരങ്ങൾ പിടിച്ചു പറ്റുകയാണ്. അത് നല്ല രീതിയിൽ നടത്തണമെങ്കിൽ, കാരണം അധ്യാപകർ വെറും സീനിയോറിറ്റി ഉണ്ടെന്നും ഒരു പ്രയോജനമില്ല. നല്ല അധ്യാപകരുണ്ട്, നമുക്ക് അവരെ നേരിട്ട് അറിയാവുന്നതാണ്. പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അധ്യാപകരുണ്ട്. വീടുകളിൽ പട്ടിണി കിടക്കുന്ന പിള്ളേരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഭക്ഷണം സ്വന്തം ശമ്പളം കൊടുക്കുന്ന അധ്യാപകരുണ്ട്. ധാരാളം അധ്യാപകരെ എനിക്ക് നേരിട്ട് അറിയാം. പക്ഷേ സാർ, ഈ എയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജസിലെയും സ്കൂൾസിലെയും അധ്യാപകർക്കെതിരെയുള്ളൊരു ആരോപണം എന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ട് ജോലി വാങ്ങുന്നവർ എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ട്. അത് ഈ PSCക്ക് വിട്ടാൽ ഈ ഒരു സൈഡ് കൂടി ക്ലിയർ ആയി കിട്ടില്ലേ? ഒന്നും കിട്ടത്തില്ല. കാരണം ഇവർക്ക് കൊടുക്കുന്നതിന് പകരം PSCയിലെ നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും കാശ് കൊടുക്കുന്ന രീതി കിട്ടുകയും PSCയെ കുറിച്ച് അങ്ങനെ ധാരാളം പിന്നെ പരാതികളുണ്ട്. അതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഒരു ക്രിസ്ത്യാനും വളരെയേറെ ബുദ്ധിമുട്ടി പറഞ്ഞില്ല, ഇത്രയും പണം ചിലവാക്കി ഉണ്ടാക്കി പട്ടിണി കിടന്നുണ്ടാക്കിയതാണ്. അവർക്ക് അധ്യാപകരെ നിയമിക്കാനുള്ള ചുമതല അപ്പോൾ അവർക്ക് അവരെ കൊടുക്കണ്ടേ? അവർ അധ്യാപകരെ നിയമിക്കുന്നു. പിന്നെ ഈ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അങ്ങനെ വലിയ കൈക്കൂലിയൊന്നുമില്ല. കാരണം അവർക്കെല്ലാം അക്കൗണ്ടഡാണ്. ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ് നടത്തുന്നിടത്താണ് കൂടുതലും ഉള്ളത്. അത് കൂടുതലും എല്ലാ മതക്കാരുടെ ഉള്ളു, ക്രിസ്ത്യാനികളുടെ മാത്രമല്ല. എന്നാലും ഈ പൈസ വാങ്ങിച്ച് ജോലി കൊടുക്കുക എന്ന് പറയുന്നത്, പൈസ വാങ്ങിച്ചാൽ ഈ കെട്ടിടം വെക്കണമെങ്കിൽ ഇപ്പം മെയിൻ്റനൻസ് ഗ്രാൻഡ് കൊടുക്കുന്നില്ല. പിന്നെ നിങ്ങൾ സ്മാർട്ട് ക്ലാസ് നടത്തണം, മറ്റേത് നടത്തണം എന്ന് പറയും, അതിന് ഗ്രാൻഡ് കൊടുക്കുന്നില്ല. ഇതുകൊണ്ടൊക്കെ കാശ് വേണ്ടേ? പ്രാക്ടിക്കലാക്കണ്ടേ? ഇപ്പം ഇത്രയും ബുദ്ധിമുട്ടി സർക്കാർ ഇപ്പം ഒരു കെട്ടിടം, ഒരു സ്കൂൾ ക്ലോസ് ചെയ്യാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇത് സ്കൂൾ വേണ്ട എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. കാരണം അവിടെ വേറെ ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനം വെച്ച് ഇത് കൂടുതൽ കാശ് കിട്ടും. അത് ക്ലോസ് ചെയ്യാനും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയും നല്ല രീതിയിൽ നടത്തുകയും വേണമെങ്കിൽ പണം വേണം. ഈ മാനേജ്മെൻറ്റുകൾ പലതും, ചില പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾ, മറ്റുള്ള ഓർഗനൈസേഷൻസൊക്കെ നടത്തുന്ന ഇതൊക്കെ അവരവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ എയർ കണ്ടീഷൻഡ് മുറിയും സ്മാർട്ട് ഫോണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല മാനേജ്മെൻറ്റുകളും സ്വയമായിട്ടും പണം പിരിച്ച് നടത്തുന്നതാണ്. ഇപ്പോൾ ഞാൻ പുത്തങ്കാവിൽ ഒരു പള്ളിവക സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ വേണമെന്ന് നാട്ടുകാരെല്ലാവരും കൂടെ വന്ന് പറഞ്ഞു. സ്ഥലമില്ല. അപ്പം ആ പള്ളിക്കാരെല്ലാം കൂടെ പണം പിരിച്ച് അടുത്ത സ്ഥലം വാങ്ങിച്ചു. അവിടെ വലിയ കെട്ടിടം പണിതു. അവിടെ ഹയർ സെക്കൻഡറി സ്കൂളായി. അപ്പോൾ ഇതിന് പണം വേണം. ഈ പണം വിളിച്ചാൽ ഒത്തിരി കടം വാങ്ങിച്ചു. ഈ കടം വീട്ടണ്ടേ? ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ തത്വങ്ങളും നിയമങ്ങളും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പലരും പക്ഷെങ്കിൽ ഈ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് അല്ല, ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റാണ്. അവരവരുടെ കാര്യങ്ങൾ നോക്കിയും അതേ സമയത്ത് വേണ്ടത്ര ബെനിഫിറ്റ്സ് കൊടുക്കാത്ത സ്ഥലമുണ്ട്. മറ്റേ നമ്മൾ കണക്കൊക്കെ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം. അവിടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം.
ആ പ്രാക്ടിക്കലായിട്ടുള്ള നോക്കുന്നില്ല. ഈ മുണ്ടശ്ശേരി മാഷ് ടൈമിൽ ഒറിജിനൽ ഇത് എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ വാടക കൊടുക്കുക, എന്നിട്ട് പിന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക, അങ്ങനെ ആയിരുന്നില്ലേ? അത് ഒരിക്കലും പറ്റത്തില്ല. കാരണം നമ്മൾ വാടകയ്ക്കല്ല നമ്മൾ കെട്ടിടം വെച്ചേക്കുന്നത്, നമ്മളൊരു സർവീസാണ് സ്ഥലത്തിൻ്റെ ലാൻഡിൻ്റെ. അതെ, നമ്മൾ കെട്ടിടം വെച്ച് വിദ്യാഭ്യാസം നടത്തുന്നത് വാടകയ്ക്ക് കൊടുക്കാനായിട്ടല്ല, കൊമേഴ്സ്യൽ സ്ഥാപനമല്ല, ഇതൊരു സേവനമാണ്. ഇപ്പം എത്രയോ സ്കൂളുകളിൽ അധ്യാപകർ വേണ്ടത്ര അധ്യാപകരില്ല, പ്രൈവറ്റായിട്ട് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. എത്രയോ സംഗതികൾ ചെയ്യുന്നുണ്ട്. അത് ഒരു സേവനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം എൻ്റെ മകളെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റ്, പ്രൈവറ്റ് അല്ല പള്ളി സഭവക പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികളുടെ വീടുകളിൽ എത്ര കുട്ടികൾക്ക് വീട്ടിൽ പഞ്ഞമുണ്ട് എന്നുള്ള കൃത്യമായിട്ടറിയാം. അവരുടെ സിസ്റ്റേഴ്സൊക്കെ അവരുടെ വീട്ടിൽ വിളിക്കും. വേണ്ടിയവർക്ക് വേറെ ഭക്ഷണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കായിട്ടുള്ള കുട്ടികൾ ആരാണെന്നറിയാം. ഇപ്പം എക്സാം സ്റ്റഡി ലീവിൻ്റെ സമയത്ത് സ്പെഷ്യൽ ക്ലാസ് വെക്കും, ഫ്രീ ആയിട്ട് സ്കൂളിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് മുമ്പ് പറഞ്ഞ് സ്പെഷ്യൽ ക്ലാസ് നടത്തുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷിതാക്കളും വന്ന് കാണാമെന്ന് പറഞ്ഞു. പല രക്ഷിതാക്കളും വന്ന് കണ്ട് ഈ സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നത്. ഇതൊരു സർക്കാർ സ്കൂളിൽ വേണ്ട, അവർക്ക് ശമ്പളം കിട്ടിയാൽ മതി, അവർക്ക് അവരുടെ ജോലി ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സേവനമാണിത്. അത് വാടകയ്ക്ക് കൊടുക്കാനാണെന്നെങ്കിൽ കെട്ടിടം പണിത് വെച്ച് വാടകയ്ക്ക് കൊടുത്താൽ പോലെയാണ്. ഇത് നല്ലൊരു കെട്ടിടം പണിതാൽ വാടക നല്ല കിട്ടും. പട്ടത്ത് സെൻറ്റ് മേരീസ് ആ സ്ഥലം ഇരിക്കുന്നിടത്ത് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ കിട്ടും. പൈസ അല്ല പ്രശ്നം അവിടെ. അവർക്ക് നേരത്തെ റിസർവേഷൻ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു ആംഗ്ലോ ഇന്ത്യൻസിന്. ഇപ്പോൾ അത് എടുത്തു കളഞ്ഞു. അതെടുത്തു കളഞ്ഞിട്ട് ലത്തീൻ കത്തോലിക്കർക്കും ഇതും കൂടി ഒരുമിച്ചാക്കി. എന്നാൽ ഒരുമിച്ചുള്ള റിസർവേഷൻ കൂട്ടിയിട്ടുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പുറമേ കാണുന്ന പോലെയല്ല, ഒത്തിരി സമ്പത്തിന് ബുദ്ധിമുട്ടുള്ള ധാരാളം പേരുണ്ട്. അപ്പോൾ അവരുടെ നേച്ചർ ഒരു ഡിഫറെൻറ്റ് നേച്ചറാണ്. വീട്ടിൽ പട്ടിണി ഇരുന്നാലും ഒരു ഗസ്റ്റ് വീട്ടിൽ ചെന്നാൽ കേക്ക് കൊടുക്കും, കാപ്പി കൊടുക്കും, സന്തോഷമായിട്ട് കൊടുക്കും. ആ ഒരു രീതിയാണ്. അതുകൊണ്ട് അവരെല്ലാം വലിയ വെൽ ഓഫ് ആണെന്നോ ഒന്നുമില്ല, ഇംഗ്ലീഷ് സംസാരിക്കും. അവർ പണ്ടൊക്കെ ടീച്ചേഴ്സും സ്റ്റെനോഗ്രാഫേഴ്സും ഒക്കെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുമായിരുന്നു. ഇപ്പോൾ അവർക്ക് ജോലി സാധ്യത കുറഞ്ഞു. റെയിൽവേയിൽ നല്ലൊരു സ്റ്റാഫ് ആംഗ്ലോ ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അവർക്കുള്ള ജോലി സാധ്യത കുറഞ്ഞു. അപ്പോൾ ഞങ്ങളതിൻ്റെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ. കാരണം ഈ റിസർവേഷനൊക്കെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളും ഒക്കെ വേണ്ടി വരും. ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്.